രാഷ്ട്രീയത്തിനതീതമായി ജനഹൃദയങ്ങളിൽ എന്നും മരണമില്ലാതെ ജീവിക്കുന്ന നമ്മെ വേർപിരിഞ്ഞു പോയ ജനനായകൻ്റെ 1ാം വാർഷിക അനുസ്മരണ ദിനം കേരളക്കര ഓർമ്മ ദിനമായി ആചരിച്ചു. ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജീവൻ തുറയ്ക്കുന്ന ചിത്രത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് തുടക്കം കുറിച്ചു. വിജേഷ് ഉമ്മറപ്പൊയിൽ സ്വാഗതവും മഹേഷ് കുന്നമ്മൽ അധ്യക്ഷതയും വഹിച്ചു. AICC മെമ്പർ VA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവായ V കൃഷ്ണൻ മാസ്റ്റർ, ജില്ലാ നിർവാഹക സമിതി അംഗങ്ങളായ KK സുരേഷ് കുമാർ, A ബാലകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ സലിം തേക്കാട്ടിൽ, ഷാജൻ മാസ്റ്റർ, PV ബാബു, സതീശൻ കാർത്തകപ്പള്ളി, മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഉഷ മുരളി, ലളിത ബാബു, സമീന, കോമളവല്ലി, രേഷ്മ, മത്സര മോഹൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി പ്രണവ്, അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിമാർ സബീന റഷീദ്, ശ്രീമതി മിനി വേണുഗോപാൽ, പ്രിയപ്പെട്ട INDUCയുടെ മണ്ഡല അധ്യക്ഷൻ, പെരിങ്ങോം മേഖല മണ്ഡല അധ്യക്ഷൻ KKV സുധീർ ബാബു, പ്രിയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ, സഹഭാരവാഹികൾ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷരെ, സഹഭാരവാഹികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, രാവിലെ മുതൽ തന്നെ നമ്മൾ ഓരോ പ്രദേശത്തായി ഇങ്ങനെ ആചരിച്ചു വരുന്നത്. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് രാവിലെ ഒരു 7 മണി മുതൽ തന്നെ വിവിധങ്ങളായ ആചരണ പരിപാടികളിൽ സംബന്ധിച്ചുകൊണ്ട് വരികയാണ്. അതിന്റെ ക്രമപ്രകാരം ഏറ്റവും അവസാനം എന്ന നിലയിലാണ് നമ്മളിങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനം വിളിച്ചു ചേർത്തത്. അപ്രതീക്ഷിതമായി മഴ നമ്മൾ പ്രതീക്ഷിതമാണെങ്കിൽ പോലും അപ്രതീക്ഷിതമായി വന്ന ചില മഴക്കെടുതികൾ കുടുംബ മേഖലയിലെ പല പാർട്ടി പ്രവർത്തകരെയും എത്തിക്കുന്നതിന് വിഘാതമായിരിക്കുകയാണ്. അവർക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പല മേഖലയിലും കാല ഒഴിച്ചു പോവുകയും അതുപോലെ തന്നെ തുരുത്തിൽ ഒറ്റപ്പെടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായപ്പോൾ പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ സഹായവും മറ്റ് അവിടെയുള്ള പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നാട്ടിൽ തന്നെ നിൽക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഈ ക്ഷണിക്കപ്പെട്ടവരിൽ രാവിലെയൊക്കെ ഈ പരിപാടികൾ പങ്കുകൊണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ബ്ലോക്ക് മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ ഉഷാ മുരളി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ജയസമ്മ, INDUCയുടെ പെരിങ്ങോം മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുധീർ ബാബു, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ പ്രണവ്, വൈസ് പ്രസിഡന്റ് ശ്രീ മിഥുൻ, മറ്റു ഈ ചടങ്ങിലെത്തിയ മുഴുവൻ ആളുകളെയും ആദരപൂർവ്വം ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറെ ബഹുമാനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മഹേഷ് കുന്നുമല്ലെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദ്യമായി പുഷ്പാർച്ചന നടത്താം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി എന്റെ ബഹുമാന്യനായ എന്റെ ഏറ്റവും ആരാധ്യനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ പാവനമായ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ തലകുനിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വിട്ടുപിരിഞ്ഞ് 1 വർഷം പൂർത്തീകരിക്കുന്ന കാലത്ത് തൊട്ട് പല പ്രദേശങ്ങളിലും പല ബൂത്ത് കമ്മിറ്റികളിലും ഒക്കെ നവീൻ പ്രദേശങ്ങളുണ്ടായിരുന്നു. മഹേഷ് ഒന്നും കാലത്തിറങ്ങിയില്ല. ഞാൻ ചോദിച്ചു വീട്ടിൽ പോയിട്ടില്ല. 7 പരിപാടി ബ്ലോക്ക് തലത്തിലുള്ളതായ ഒരു അനുസ്മരണമാണ് വരുന്നത്, പങ്കെടുക്കണമെന്ന് പറഞ്ഞു. പഴയ പ്രതികൂല കാലാവസ്ഥയൊക്കെയാണ്. ഞങ്ങൾ നാട്ടിൽ ഉരുളുപൊട്ടി പോയി ചത്തുരുത്തിൽ പാലം പോയി 5-6 കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കി. അവരുടെ ഫയർഫോഴ്സ് ഒറ്റയ്ക്കിടയ്ക്ക് എത്തിച്ചിരിക്കുന്നെങ്കിലും അദ്ദേഹത്തിനുള്ള സ്നേഹം വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഉമ്മൻചാണ്ടി എന്ന വ്യക്തിത്വത്തെ എത്ര പറഞ്ഞാലും വാക്കുകളിൽ പുതുക്കുന്നതല്ല. അദ്ദേഹം ഒരു മനുഷ്യനെ സ്നേഹിക്കുകയാണ്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ മരിച്ചാലും ജീവിക്കും. ഉമ്മൻചാണ്ടി എന്നും നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സിലും. സഹപ്രവർത്തനം ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തനായ പ്രസിഡന്റ് ശ്രീ മഹേഷ് കുന്നുമൽ, ബഹുമാന്യരായ യൂത്ത് കോൺഗ്രസ് കാലഘട്ടം മുതൽ
എന്റെ സഹപ്രവർത്തകന്മാരായ പ്രിയപ്പെട്ട ശ്രീ കെ സുരേഷ് കുമാർ, ശ്രീ ബാലകൃഷ്ണൻ, ബ്ലോക്ക് മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീമതി ഉഷ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ ശ്രീ ടി പി ചന്ദ്രൻ, ശ്രീ രാജൻ മാസ്റ്റർ, ശ്രീ മറ്റു പ്രഗത്ഭനായ ഒരു ജനനേതാവിന്റെ 1ാം ചരമവാർഷികമാണ്. ശ്രീ ഉമ്മൻചാണ്ടി നമ്മുടെ എല്ലാ മനസ്സിന്റെ ഒരു വികാരമാണ്. സത്യത്തിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ 5-6 പരിപാടികളുണ്ടായി. ഓടിയെത്താൻ കഴിയാത്തതുകൊണ്ടാണ് അത് കൂടുതൽ പരിപാടികളുണ്ട്. ഉമ്മൻചാണ്ടി എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടോ എന്ന ഒരു തോന്നൽ എന്റെ മനസ്സിലുണ്ടായി. അത്രയും ആ നേതാവ് മരിച്ചിട്ടില്ല എന്നാണ് എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. കോൺഗ്രസിന്റെ ബഹുമാന്യനായ സീനിയർ നേതാവ് ശ്രീ കൃഷ്ണൻ മാസ്റ്റർ വിളിച്ച് അദ്ദേഹത്തെ ഞാൻ വളരെ സ്വാഗതം ചെയ്യുകയാണ്. കേരള രാഷ്ട്രീയത്തിന്റെ മുഖം മാറ്റിയ ഒരു പുതിയ ദിശാബോധം നൽകിയ ഒരു മുഖ്യമന്ത്രിയും രാഷ്ട്രീയ നേതാവുമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മണിക്കൂറുകൾ പറയാൻ എന്റെ 10-40 വർഷക്കാലത്തെ രാഷ്ട്രീയ കേശുക്കാരനായി തുടങ്ങിയ എന്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിൽ വ്യക്തിപരമായ അനുഭവങ്ങൾ തന്നെയുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകും. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഏറെ യത്നിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. ഇന്ന് വിഴിഞ്ഞം തുറന്ന് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. ആ വിഴിഞ്ഞത്തിന്റെ പിതാവ് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. പക്ഷെ എല്ലാ കാലഘട്ടത്തിലും നന്ദികേട് കാണിക്കുന്ന ശ്രീ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പരാമർശിക്കാൻ തയ്യാറാകാത്ത വേദനിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിഴിഞ്ഞം തുറന്ന് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ കേട്ടു. ആ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളെല്ലാം അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം പറയാറുള്ളത്, എന്റെ മനസാക്ഷിയോട് ഞാൻ ചോദിച്ച് എന്റെ മനസാക്ഷി ശരിയാണെന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ ചെയ്യും എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി വിഴിഞ്ഞം തുറമുഖം അദ്ദേഹം ഒരുപാട് ആർ ശങ്കർ മുതലുള്ള മുഖ്യമന്ത്രിമാരുടെ ആഗ്രഹമായിരുന്നു. പക്ഷെ അത് യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടിയാണ്. 6500 കോടി രൂപയുടെ പദ്ധതി അടഞ്ഞ അഴിമതി ഉമ്മൻചാണ്ടി നടത്തിയത്. ഒരു പദ്ധതിയുടെ ആകെ ചെലവ് 6500 കോടി. ഉമ്മൻചാണ്ടി അഴിമതി നടത്തിയത് 5000 കോടി. കടലയ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കഴിഞ്ഞ ദിവസം മറ്റു മാധ്യമങ്ങളോട് തന്നെ പ്രസിദ്ധീകരിക്കും. അങ്ങനെ ആ പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിന്റെ നിയമസഭയിൽ ഉമ്മൻചാണ്ടി നടത്തിയൊരു അത് മിതഭാഷയാണ്, വലിയ പ്രാസംഗികമൊന്നുമില്ല. പക്ഷെ കേരളത്തിന്റെ നിയമസഭയിൽ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി നിശ്ചയദാർഢ്യത്തോടുകൂടി പറഞ്ഞു, വിഴിഞ്ഞം പദ്ധതി ആരെ നിർത്താനും നടത്തും എന്ന് പറഞ്ഞ് കേരളത്തിന്റെ വികസനത്തിന് വിഴിഞ്ഞം പദ്ധതി പൂർണ്ണമാകുമ്പോൾ ഇന്ന് നിങ്ങൾ പത്രങ്ങൾ വായിച്ചു കാണും, 32,000 കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിൽ വരാൻ പോകുന്നു. ഈ വിഴിഞ്ഞം പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായപ്പോൾ കഴിഞ്ഞ 8 കൊല്ലം പിണറായി വിജയന്റെ ഗവൺമെന്റ് ഉണ്ടായിട്ട് 1 കോടി രൂപയുടെ, അദ്ദേഹം ഒരുപാട് വിദേശ യാത്ര നടത്തി, അതൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയുന്നില്ല, 1 കോടി രൂപയുടെ പദ്ധതി പോലും കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ 32,000 കോടി രൂപയുടെ പദ്ധതി കേരളത്തിലേക്ക് കണ്ടുവന്നു. ഇനി കേരളത്തിന്റെ വികസനത്തിന്റെ ഒരു കാലഘട്ടമാണ്. അതിന് കാരണക്കാരൻ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. മെട്രോ, കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്. ചെറുപുഴയ്ക്ക് ഇനി രുചിയുടെ പെരുമയും 20 വർഷത്തെ സേവന പാരമ്പര്യവുമായി നാവിലൂറും രുചിവൈവിധ്യങ്ങളുമായി ഡ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാലിൽ. ആളുകളുടെ അഭിരുചിക്കൊത്ത് ഇഷ്ടവിഭവങ്ങളുടെ സ്വാദിഷ്ട ഭക്ഷണശാല ഡ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാൽ.